ഹായ് ഫ്രണ്ട്സ്, ആർബൈസ് ഫുഡ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ ഉമേഷ്. ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സസിലെ ഹൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബേ ഏരിയ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ്. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗാൽവെസ്റ്റൺ എന്ന് പറഞ്ഞൊരു ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. ഇവിടുത്തെ ഒരു ഫേമസ് ബീച്ചാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു നമുക്ക് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന എല്ലാ തരം ആക്ടിവിറ്റീസും ചെയ്യാവുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഇവിടുന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് നടത്താൻ പറ്റുമെങ്കിൽ ഫിഷിംഗ് നടത്തണം, എന്നിട്ട് അത് കുക്ക് ചെയ്യണം. മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. അത് അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. അപ്പം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കയറി ആദ്യം ഒന്ന് കാണാം എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഹലോ. ഇത് റാക്കൂൺ എന്ന് പറഞ്ഞൊരു ഒരു മൃഗമാണ്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഹംഗ്രി ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇതിനടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഫിഷിനെ പിടിക്കാൻ വന്നതാണെങ്കിൽ പോലും ഈ സാധനം നമ്മളെ ആക്രമിച്ചാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാനിത് നോക്കുവാണിത് എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. നമ്മുടെ ഫിഷിനെ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ ഇത് തിന്നും അവർക്ക്. അപ്പോൾ ഇവിടെ റാക്കൂണിൻ്റെ അടുത്തോട്ട് ഞാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് പോവാണ്. ഇത് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നമ്മുടെ മരപ്പട്ടി പോലൊരു സാധനമാണിത്. കഷ്ടപ്പാടുണ്ടല്ലോ, ഇതെല്ലാം സാധനങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാർക്കിൻ്റെ ഫിഷിംഗ് ഏരിയ. ഫിഷിംഗ് പിയറിലോട്ട് പോകുന്നതിൻ്റെ എൻട്രൻസ് ആണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് എന്തുവാ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അല്ല അലിഗേറ്ററൊക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അലിഗേറ്ററിനെ ഫീഡ് ചെയ്യരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വേറെ കുറേ സ്ഥലങ്ങളൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. ഇത് അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഈ നടന്നു പോകുന്ന ഈ സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പിയറെന്നാണ്. ഈ പിയറിൽ നിന്നുകൊണ്ട് നമുക്ക് ചൂണ്ടയിടാം. ഇവിടെ വല ഇടാൻ പറ്റത്തില്ല, അത് ഒരു നിരോധിച്ചേക്കുവാണ്. ഈ സംഭവം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ചൂണ്ടയിടാം. ചൂണ്ടയിട്ടിട്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂണ്ട ഇടുമ്പോൾ പല ടൈപ്പ് ഫിഷുകളുണ്ട്. ഇവിടെ ഒരുപാട് ടൈപ്പ് ഫിഷുകളുണ്ട്. ഇവിടെ നല്ല US-ലെല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഫിഷുകളുണ്ട്. അപ്പം ആ ഫിഷിൽ തന്നെ ചില ടൈപ്പ് ഫിഷിനെ നമുക്ക് പിടിക്കാൻ പാടില്ല. പിടിച്ചെന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റിലീസ് ചെയ്യണം, പിന്നെ തിരിച്ച് വിടണം. അതുപോലെ തന്നെ എല്ലാം കിട്ടുന്നതെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് ഈ കിട്ടുന്ന ഫിഷിൽ ഒരു സൈസ്, ഓരോ ഫിഷിനും ഓരോ സൈസുണ്ട്. ആ സൈസിനനുസരിച്ച് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കിങ് ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിങ് ഫിഷ് എങ്കിൽ കിങ് ഫിഷിന് ഇത്ര ഇഞ്ച് നീളം, ഇപ്പോൾ 28 ഇഞ്ച് നീളം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യണം, ഇതിനെ തിരിച്ചു വിടണം എന്നാണ് നിയമം. അല്ല നമ്മളിതിനെ പിടിച്ച് നമ്മൾ ആരും അറിയാതെ എടുത്ത് പെട്ടിക്കകത്തിട്ടുകൊണ്ട് പോയാൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. ഒരു ഫിഷിനെയൊക്കെ പിടിച്ച് നമ്മൾ അങ്ങനെ കൊണ്ടുപോയി പിടിച്ചു കഴിഞ്ഞാൽ $500 അവർ ഫൈൻ അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഫിഷിനും ഇപ്പം കിങ് ഫിഷിന് 28 ഇഞ്ചസ് ആണെങ്കിൽ വേറൊരു ഫിഷിന് ചിലപ്പം 18 ഇഞ്ചസോളം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബുക്കുണ്ട്, അതുപോലെ ഒരു ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി നമുക്ക് ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാ ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് വഴി പിരിയാണ്. ഒന്ന് അവിടെ ഒരെണ്ണമുണ്ട്, അതുപോലെ അവിടെ ഒരെണ്ണമുണ്ട് നിൽക്കാൻ. പക്ഷേ മഴ വന്നാലും നമുക്ക് അവിടെ കയറി നിൽക്കാൻ പറ്റും. നമ്മളെന്തായാലും അവിടെ ചൂസ് ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോവാണ്.
അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഈ ഫിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ട്. ലൈസൻസ് എടുത്തിട്ടേ നമുക്ക് ഫിഷ് ചെയ്യാനും പറ്റത്തുള്ളൂ. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ആലപ്പുഴയൊക്കെ പോലെ ഒരു സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ അത്രയും രസം വരത്തില്ല നമുക്ക്. നമ്മുടെ നാടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു മാനസിക അടുപ്പ് കാണുള്ളൂ. നമുക്ക് ഇവിടുത്തെ ഒരു ആലപ്പുഴ എന്ന് പറയാം, അതുപോലൊരു സ്ഥലമാണ്. ഇതാ ഇരിക്കാനായിട്ട് ചെയർ, നമ്മുടെ ബെഞ്ചും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ ബെഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു സ്വഭാവം ഇവിടെയും ഞാൻ കണ്ടത്. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ല, എവിടെ പോയാലും അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എഴുതി പടം വരച്ചുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫിഷിങ് നടത്താം. എന്തായാലും കിട്ടിയാൽ നമുക്ക് ഇന്ന് പൊളിക്കാം. നമ്മുടെ സാധന സാമഗ്രികൾ കണ്ടോ, എന്തുമാത്രം സാധനങ്ങളുമായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്ങനെയുണ്ട്? ഇത്രയും സാധനങ്ങളുമായിട്ടാ നടത്താം. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ കാണിക്കാം.
ഒരു രക്ഷയില്ല. ഇട്ടിട്ട് വെയിൽ മൊത്തം ഞാൻ കൊണ്ട് താണ്ട കറുത്ത് കരുവാളിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഇനി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 വട്ടം വിടും. അത് കിട്ടിയില്ലെങ്കിൽ നേരെ വിടും. ഇവിടെ നമ്മുടെ വേറൊരു സ്ഥലമുണ്ട്, അവിടോട്ട് പോകാനാണ് ഉദ്ദേശം. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടിയാൽ നേരെ ഇവിടെ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്ത് അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ നിൽക്കുക. വെയിലൊക്കെ ഒന്ന് മാറി അത്യാവശ്യം സെറ്റപ്പിലൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്. സ്ഥലം വെച്ച് കഴിഞ്ഞാൽ നല്ല ഒത്തിരി പേര് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഈ വെയിലൊക്കെ ഒന്ന് മാറിയോണ്ടായിരിക്കും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോഴത്തേക്ക് ഞാനിത് ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. കുറച്ച് പേരൊക്കെ വന്ന് അവിടെ എവിടെയൊക്കെ വന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ പൂപ്പായിലാണ് ഈ സാധനത്തിനകത്തുനിന്ന് വലിച്ചെടുക്കുക. നിങ്ങൾ കണ്ടല്ലോ ആ ക്യാറ്റ് ഫിഷ് എടുക്കുന്നത്, അതുപോലെ ഇതിൽ നിന്ന് എടുക്കാന്ന് വെച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം. എന്തായാലും 1-2 തവണയും കൂടി ഇട്ട് പോകും. പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ക്യാറ്റ് ഫിഷിനെ ക്ലീൻ ചെയ്ത് നമുക്കത് സെറ്റപ്പ് ചെയ്യാം. അത് പറ്റുന്നുണ്ടെങ്കിൽ അത് കുക്ക് ചെയ്യാം. നമുക്കൊരു ഫ്രൈ, നല്ല അടിപൊളി ഫ്രൈ ഒക്കെ അങ്ങ് സെറ്റപ്പ് ചെയ്യാം. ഒരു സാധനം എന്തോ ഒരു സാധനം കൊത്തിയിട്ടുണ്ട്. പക്ഷേ ചെറുതാണെന്ന്, ഒരു കുഞ്ഞു സാധനം ആണെന്ന് തോന്നുന്നു. കിട്ടിയാൽ കിട്ടി. ഇതിനകത്ത് വരുന്നുണ്ടായ വിഷയം. അപ്പോൾ നമ്മുടെ മീൻ ഞാൻ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, കാര്യം ഇവിടെ അത്യാവശ്യം ചെറിയ ഇതിലൊക്കെ ക്ലീൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് തലേന്ന് കണ്ടിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ മസാല റെഡിയാക്കിയിട്ടുണ്ട്. മസാല എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ചേർത്തേക്കുന്നത് നമ്മുടെ നാട്ടിൽ ചേർക്കുന്ന ഉപ്പ്, കുരുമുളക് പൊടി, അത്യാവശ്യം ഇച്ചിരി ഒരു ചുമന്ന മുളക് പൊടി, ഒരു ലേശം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനം മാത്രമേ ഉള്ളൂ. ഇത് ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ച് ഞാൻ കറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്ന് പുരട്ടുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അപ്പോൾ ഞാനൊന്ന് എടുത്ത് പുരട്ടാം. അന്തസ്സായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ആദ്യം. പിന്നെ വെളിച്ചെണ്ണ ഉണ്ട്, അതിനകത്ത് വെളിച്ചെണ്ണയോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയോട് ചേർത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒന്ന് തിരുമ്പി പിടിപ്പിക്കുക. ഇതൊരു മിനിമം ഒരു അരമണിക്കൂർ വെച്ചേക്കേണ്ടതാണ്. പക്ഷേ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അടുപ്പ് റെഡിയാക്കിയിട്ട് ഇത് ചെയ്യും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്കിംഗ് ചെയ്യാമോന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവന്മാർ കുക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലീസ് വന്നിട്ട് നമ്മൾ വെക്കും. അതിനേക്കാൾ നല്ലത് അതിന് മുമ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് എടുക്കുക, നേരെ ഇവിടെ വരിക. ഞാൻ പറഞ്ഞുതരാം. നേരെ ടെക്സസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വന്നിട്ട് ഹൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വരിക. നേരെ നമ്മുടെ ബേ ഏരിയ പാർക്ക്, അതാണ് ഈ പാർക്കിൻ്റെ പേര്. ഇങ്ങോട്ട് വരിക. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട് നമ്മുടെ ഈ മസാലയുടെ. കാര്യം ഇതിനകത്ത് നല്ല 1-ാം തരം ബ്ലാക്ക് പെപ്പറുണ്ട്, നല്ല 1-ാം തരം വെളിച്ചെണ്ണയുണ്ട്, നല്ല അടിപൊളി വെളിച്ചെണ്ണ. അപ്പോൾ ഇത്ര സാധനമുണ്ട്. അപ്പോൾ ഞാൻ ഇത് തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മൾ വറുക്കാൻ പോവാം. ഓക്കെ, അടിപൊളി കിടന്ന് വെന്ത് ചാവട്ടെ.
രണ്ടായാലും ഇത് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു ഈ ചട്ടിക്ക്, ഈ ഒരു സാധനത്തിന് ഇച്ചിരി ഒരു ഡെപ്ത് കുറവായുണ്ട്. ഇതിനകത്ത് എണ്ണ ഒഴിക്കുമ്പോൾ ഇച്ചിരി വെളിയിലേക്ക് പോകുന്നത്, അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. രണ്ടായാലും ഇതിപ്പോൾ നമ്മൾ അത്രയും വലിയ ഫ്രൈ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര കാൽക്കുലേഷനിലല്ല വന്നത്. രണ്ടായാലും ഈ ഫ്രൈ അടിപൊളിയാണെന്ന് എനിക്കറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മാംസമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നത് എനിക്ക് കാണാം. അതുകൊണ്ട് ഇങ്ങനെ കാര്യം ഇതിനകത്ത് കുരുമുളക് ചേർത്തിട്ടുണ്ടോണ്ട് എനിക്കറിയാം ഇത് അടിപൊളിയായിരിക്കും, അങ്ങ് അറ്റം അടിപൊളിയായിരിക്കും. നിങ്ങളടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പറയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ കിട്ടുന്നതെന്ന് എനിക്കറിയാം, ആവോലി കിട്ടും, പക്ഷേ ഈ സാധനം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ഗോൾഡൻ പ്രോംഫറ്റ്, പൊമ്പാനോ, ഇങ്ങനെ സംഭവം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് എന്ന് ഇവർ പറയുന്നു, എനിക്കറിയില്ല. രണ്ടായാലും നമുക്കിന്ന് കിട്ടുക. പക്ഷേ ആ കാറ്റ് ഫിഷ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പണിയാണ്, ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. പള്ളക്കൊരു കുത്ത് എടുത്ത് കളഞ്ഞു, 4 വര, ബാക്കിയെല്ലാം വര തേച്ചു. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഷാർക്കിൻ്റെ കൊമ്പ് കണക്ക് ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്, ഇതെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം ഷെയർ ചെയ്തിട്ട് നിങ്ങൾ താഴെ അടിപൊളിയായിട്ട് മെസ്സേജ് അയക്കണം. അതായത് നിങ്ങൾ കമൻറ്റുകൾ മൊത്തം ഇടുക. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.